കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ ഗ്രാമ്പൂ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഈ പറയുന്ന ഒരു ടിപ്പും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അതെന്ത് ടിപ്പാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരുപാട് പേർക്ക് സക്സസ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു ടിപ്പാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഗ്രാമ്പൂ ഒരു സുഗന്ധവ്യഞ്ജനമാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പല ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ മെൻസ്ട്രേഷനൊക്കെ പ്രോപ്പർ ആകുന്നതിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ സുഗന്ധവ്യഞ്ജനത്തിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഗ്രാമ്പൂ വെള്ളം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഓവുലേഷൻ്റെ ആ ഒരു സമയം വരെയാണ്. പീരിയഡ്സിൻ്റെ ആ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ ഓവുലേഷൻ്റെ സമയം വരെ പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും സമയം വരെ മാത്രം കേട്ടോ. ഒരു ഗ്ലാസ് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ, അതും വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആകാൻ അത്രത്തോളം പവർഫുള്ളാണ് ആ ഒരു ടിപ്പെന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കുമാണ് സാധാരണയായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട്, അതായത് ഗ്രാമ്പൂ വെള്ളം കുടിച്ചിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പവർഫുൾ ടിപ്പുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ വെറും വയറ്റിലെടുക്കുന്ന എന്താണോ, എന്ത് വസ്തുവാണോ അതിൻ്റെ ഗുണമായിരിക്കും, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഗുണമൊന്നും ഇല്ലെങ്കിൽ അതിലെന്താണോ അടങ്ങിയിട്ടുള്ളത് അതായിരിക്കും നമ്മുടെ ശരീരം അങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നത്. അത്രയും നേരം വരെ നമ്മൾ ഫാസ്റ്റിങ്ങിൽ നിന്നിട്ട് ഈ ഒരു ടിപ്പ്, ഏതെങ്കിലും ഒരു ടിപ്പ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. സാധാരണയായിട്ട് ഒരു തൈറോയിഡിൻ്റെ മെഡിസിനൊക്കെ വെറും വയറ്റിൽ എടുക്കുന്നവരുണ്ടെങ്കിൽ ആ മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പലരും ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത്. വെറും വയറ്റിലെ വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണത്തെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് അറിയാം. ഒരുപാട് പേര് ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന നിങ്ങൾ അത് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെറും വയറ്റിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഓർഗൻസിന്, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ സെല്ലുലാർ ഫംഗ്ഷനും ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ എല്ലാ ശരീര അവയവങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ വർക്കിങ്ങിൽ ഒരു പോരായ്മ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അതെല്ലാം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. നമ്മൾ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് എടുത്ത് അതിൽ മാത്രം നമ്മൾ ട്രസ്റ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. ഹെൽത്തി ആയിട്ട് നമ്മുടെ ഓവറീസ് പ്രവർത്തിച്ചാൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള അണ്ടം ശരീരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ. അതുപോലെ ഫലോപ്പിയൻ ട്യൂബ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൃത്യമായിട്ട് നടന്നിട്ട് ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് എത്തുകയുള്ളൂ. ഇതെല്ലാം അങ്ങോട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഫാസ്റ്റിങ്ങിൽ നിന്നിട്ട് അതിനുശേഷം എടുക്കുന്ന കാര്യങ്ങൾ എഫക്റ്റീവ് ആകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സെർവിക്സിൽ നിന്ന് പ്രൊഡ്യൂസ് ആകുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ടെക്സ്ചറിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്ചാർജ് ആണ്. ഈ സെർവിക്കൽ മ്യൂക്കസ് നമ്മൾക്ക് പലതരത്തിലുള്ള ബെനിഫിറ്റ് തരുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലൂബ്രിക്കേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്നതാണ്. ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീര അവയവങ്ങളൊക്കെ ഒന്ന് ഡൈല്യൂട്ട് ആയിട്ട് മില്യൺസ് ഓഫ് സെമൻ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സ്പേം സെൽസിനെ, എഗ് എപ്പോഴാണോ വരുന്നത് ആ ദിവസം വരെ ഒന്ന് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ കൊടുക്കുന്നത് ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. സെർവിക്കൽ മ്യൂക്കസ് ഡ്രൈ ആവുകയോ അത് ഭയങ്കര സ്റ്റിക്കി ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെമൻ്റെ സുഗമമായിട്ടുള്ള ഒരു യാത്രയെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. സെർവിക്കൽ മ്യൂക്കസ് പല ആളുകൾക്കും ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകാറില്ല. ഇത് ഉണ്ടാകാതെ വന്നു കഴിഞ്ഞാലോ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടോ സ്റ്റിക്കി ആയിട്ടോ അല്ലെങ്കിൽ ഇച്ചിങ്ങോട് കൂടിയൊക്കെ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ വജൈനയുടെ അകത്തെ pH ലെവലിൽ വ്യത്യാസം വരുന്നതിനും ഇതിൻ്റെ ഭാഗമായിട്ട് സെമൻ ശരീരത്തിനകത്ത് വെച്ച് തന്നെ എഗ്ഗ് വരുന്നതിന് മുൻപ് തന്നെ നശിച്ചു പോകുന്നതിനുമുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റിയുള്ള സെർവിക്കൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയാണെങ്കിലും നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണെങ്കിലും പലതരത്തിലുള്ള ടോക്സിൻസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാറുണ്ട്. ഇതിനൊക്കെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരം ഒന്ന് ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഫെർട്ടിലിറ്റിയും ഇമ്മ്യൂണിറ്റിയും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ബാക്ടീരിയലായിട്ടോ അല്ലെങ്കിൽ വൈറസ് മൂലമോ എന്നുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചുകൊണ്ട്
കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിനെ അത് എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പല ശരീര അവയവങ്ങളുടെയും പ്രവർത്തനത്തിന് അത് എഫക്റ്റ് ചെയ്യും. സർവിക്സിൻ്റെ pH ബാലൻസിൽ വ്യത്യാസം വരും. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണമെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചില അസുഖങ്ങൾ കുഞ്ഞിലോട്ടും കൂടി വ്യാപിക്കുന്നതിന് അത് കാരണമാകുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും നമ്മുടെ ലിംഫ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന ദിവസം നമുക്ക് എത്രത്തോളം നമ്മൾ ഫ്രഷ് ആണോ ആ ഒരു എനർജറ്റിക് ഫീൽ നമ്മുടെ ശരീരത്തിൽ എൻ്റെ ആ ഒരു ബെഡ് ടൈം വരെ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളൊന്ന് എനർജറ്റിക് ആവണമെങ്കിൽ ആ ദിവസത്തെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. നമ്മളതല്ലാതെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വിശക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഉറക്കം വരും, നമുക്ക് ക്ഷീണം ഉണ്ടാകും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിൽ കൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ. അതല്ലാതെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന് അന്ന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വഴി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മളുടെ ശരീരത്തിൻ്റെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ബ്ലഡ് സെൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അതുമൂലം ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് അനീമിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ പീരിയഡ്സിൻ്റെ സമയത്ത് ലോ ബ്ലീഡിങ് ആയിട്ടുള്ള ആളുകൾക്കും അനീമിക് ആയിട്ടുള്ള ആളുകൾക്കുമൊക്കെ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മളുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ, അതിപ്പോൾ വെറും വയറ്റിൽ മാത്രമല്ല അല്ലാതെ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മുടെ ഹങ്കർ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ വിശക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും നിൽക്കുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണെങ്കിൽ അത് നമ്മൾ കഴിക്കുന്നത് വഴി, അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കുന്നത് വഴി ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിൽ ഉണ്ടാകുന്നതിന് അത് കാരണമാകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ആ ഒരു ഹങ്കർ ഒന്ന് ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് ആണ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. രക്തത്തിലും ബ്ലഡ് ആ ഒരു വെള്ളത്തിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. ബ്ലഡ് ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഫോളിക്കിൾസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. നമ്മുടെ സ്ത്രീ ശരീരത്തിലെ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രമല്ല പുരുഷൻ്റെ ആ ഒരു കൗണ്ട് കൂടുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ധാരാളം ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ ധാരാളം ഉപയോഗം നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുമൂലം കുഞ്ഞിലോട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും കുഞ്ഞ് ആ ഒരു എൻ്റയർ 9 months സർവൈവ് ചെയ്ത് ശരീരത്തിൽ മുൻപോട്ടേക്ക് പോകുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു പവർ ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോഴും ഫൈബറിന്റെ കണ്ടന്റ് ശരീരത്തിൽ കുറയുമ്പോഴുമാണ് പലർക്കും കോൺസ്റ്റിപ്പേഷൻ നീണ്ടു പോകുന്നതിനുള്ളൊരു സാധ്യത വരുന്നത്. പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് പലർക്കും ഡൈജഷൻ ഒക്കെ ഒന്ന് സ്ലോ ഡൗൺ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല, വെള്ളം ധാരാളം കുടിക്കുന്നില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നൊരു ബുദ്ധിമുട്ട് ഭയങ്കര വേഴ്സായിട്ട് നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. മോഷൻ പോകുമ്പോൾ അതികഠിനമായിട്ടുള്ള വേദനയും അതുപോലെ ബ്ലീഡിങ്ങും ഒക്കെ പലർക്കും ഉണ്ടാവുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മുടെ കുടലിന്റെ ആരോഗ്യം കൃത്യമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഗട്ട് ഹെൽത്ത് കൃത്യമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും തന്നെ ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് പണച്ചെലവൊന്നും ഇല്ലാത്തൊരു ടിപ്പല്ലേ ഇത്. അതുകൊണ്ട് നിങ്ങൾ മോസ്റ്റ്ലി ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ ദിവസവും ഏത് സമയത്താണെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു ഗ്ലാസ് തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ദിവസവും ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്.
കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.